നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ തന്നെയാണ്. റേഷൻ അരി കുക്കറിൽ എങ്ങനെ ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് വെക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അത് ഒന്നും ഒട്ടാതെ നമ്മൾ 40 രൂപ കൊടുത്ത് അരി വാങ്ങണം, അതേപോലത്തെ ചോറ് കിട്ടും. അതെങ്ങനെ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ. എനിക്ക് കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. ഇത് റേഷൻ അരിയാണ് കേട്ടോ. റേഷൻ അരി എടുത്ത് ഞാൻ അതിൽ ആദ്യം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിരുമ്പിയിട്ടുണ്ട്. തിരുമ്പിയതിന് ശേഷം ഞാനൊരു ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റ് വെച്ചതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ തിരുമ്പി കഴുകി ആ വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നെയും 3-4 വെള്ളം കൊണ്ട് കഴുകണം. നല്ലപോലെ കഴുകണം. ഞാനിപ്പോൾ കഴുകണം മുഴുവനൊന്നും കാണിക്കണില്ല. കഴുകി എടുത്തതിന് ശേഷം പിന്നെ ഞാനിത് കുക്കറിലാണ് ചോറ് വെക്കുന്നത്. കുക്കറിൽ നമ്മൾ എപ്പോഴും ആ നെട്ടിരിക്കണതിൻ്റെ താഴെ വരെ വെള്ളം വയ്ക്കുക. അപ്പോൾ അരിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് 5-6 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്. ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകണം. അപ്പോൾ അരിയിലൊരു മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. പിന്നെ അരി നല്ലപോലെ കഴുകിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ വാരിയിടുക. അതിൻ്റെ വെള്ളമൊന്നും ചോറ് വെക്കണ വെള്ളത്തിൽ പെടാതെ കൈ കൊണ്ട് വാരിയിടുക. മുഴുവനും വാരിയിട്ടതിന് ശേഷം പിന്നെ ഞാനിത് കുക്കറിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. മൂടിൻ്റെ സൈഡിലോ എല്ലാം ഉള്ളിലോ അല്ലെങ്കിൽ വിസിലിൻ്റെ അവിടെ ഒന്നും ഒരു അഴുക്കുണ്ടാകരുത്. അതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. പിന്നെ വിസിലിൻ്റെ ഭാഗത്ത് കൂടെ ഒരു ഈർക്കിളിയോ പോലെ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് തോണ്ടി കളയുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും. അരി ഇട്ടതിന് ശേഷം നമ്മൾ നെറ്റിൻ്റെ താഴെ വരെ അല്ലെങ്കിൽ നെറ്റിൻ്റെ ഒപ്പം മാത്രമേ വെള്ളം നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ വെള്ളമായാൽ തിളച്ച് തൂവിപ്പോവും. അപ്പോൾ അത് ഞാൻ കുക്കറിൻ്റെ മുകളിൽ വാഷറൊക്കെ ഇട്ട് അതിന് ശേഷം കുക്കർ അടച്ചിട്ടുണ്ട്. അടച്ചതിന് ശേഷം ഞാനത് വിസിലിടുന്നുണ്ട്. വിസിലിട്ടതിന് ശേഷം ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരൊറ്റ വിസിലടിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒറ്റ വിസിലടിക്കുക. അപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട്. വിസിൽ നിന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് മാത്രം ഇത് വെക്കണം. ഇത് വെള്ളരി ആയത് കാരണം കൊണ്ട് ഞാൻ 5 മിനിറ്റ് വെക്കണം. അതേ സ്ഥാനത്ത് മട്ടരി ആണെങ്കിൽ നിങ്ങൾക്കതൊരു 25 മിനിറ്റ് വെക്കാം. ജയ അരി ആണെങ്കിൽ ഒരു 30 മിനിറ്റ് വെക്കാം. അപ്പോൾ വെന്ത് കിട്ടും. പൊന്നിയരി ആണെങ്കിൽ 2 വിസിൽ അടിച്ച ഉടനെ തന്നെ അത് അതേപോലെ എയർ കളയണം കേട്ടോ. അപ്പോൾ നല്ല ചോറായി കിട്ടും. അങ്ങനെ ഓരോരോ അരിക്കും ഓരോരോ വേവാണ്. അപ്പോൾ അത് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പൈപ്പിൻ്റെ ചോട്ടിൽ കൊടുത്തിട്ട് കുടത്താളത്തിൽ വെച്ചിരിക്കണം. കുടത്താളത്തിൽ വെച്ചതിന് ശേഷം എന്താ പൈപ്പിൻ്റെ ചോട്ടിൽ കൊടുത്തിട്ട് കുറേശ്ശെ ഇങ്ങനെ വെള്ളം കുക്കറിൻ്റെ വെയിറ്റിലും കുക്കറിൻ്റെ 4 പുറം ഞാൻ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പ്രഷർ മുഴുവനും പെട്ടെന്ന് പോയി കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഹൈ സ്പീഡിൽ വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ എയറും പോയി കിട്ടും, പ്രഷർ പോയി കിട്ടും. അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഈ ടിപ്പൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേ കിട്ടും. അപ്പോൾ പ്രഷർ മുഴുവനും കളഞ്ഞതിന് ശേഷം ഞാനിതാ കുക്കർ തുറന്നിട്ടുണ്ട്. കുക്കർ തുറന്നതിന് ശേഷം അത് നിങ്ങൾക്ക് തന്നെ കണ്ടുണ്ടാവും. ഒരു ചോറ് ഒന്നും മുട്ടിയിട്ടില്ല. 5 മിനിറ്റ് തന്നെ വെച്ചാൽ മതി കേട്ടോ. വെള്ളരിയാകുമ്പോൾ 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇതിൽ കൂടുതൽ വെക്കരുത്. കൂടുതൽ വെച്ചാൽ വെന്തുടഞ്ഞു പോകും. ഇനി നിങ്ങളിത് നല്ലപോലെ എയർ പോയതിന് ശേഷം മാത്രം, ആദ്യമായിട്ട് ചെയ്യുന്നവരെ കൊണ്ടാണ്, നല്ലപോലെ എയർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. കുക്കർ തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം വെള്ളരി ആണെങ്കിൽ നല്ലപോലെ ഇതിൽ പച്ചവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ചോറ് വേവ് അവിടെ നിൽക്കും, പിന്നെ വേവില്ല, വെന്ത് ഉടഞ്ഞ് അളിഞ്ഞു പോയില്ല നമ്മൾ മാറ്റി വെച്ചാലും. പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കുക. ഞാനിവിടെ മട്ടരിയാണ് എപ്പോഴും ചോറ് വെക്കൽ. ഇതൊരു കൂട്ടി ചോദിച്ച കാരണം കൊണ്ടാണ് വെള്ളരി ഒന്ന് വെച്ച് കാണിക്കുമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ അത് വെള്ളരി വെക്കുന്നത്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുക്കറിൻ്റെ വാഷർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഊറ്റാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഇത്. കൊട്ടത്താളത്തിൽ ചിലവർക്ക് ഒന്നിച്ചിട്ട് ഊറ്റാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കൊട്ടത്താളത്തിൽ ഒരു പാത്രം വെച്ചതിന് ശേഷം മേലെന്ന് കുക്കർ മേലെ വെച്ചിട്ട് അതേപോലെ വെള്ളം ഊറ്റിക്കളയുക. ഇതിലത്തെ വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളയുക. ഊറ്റിക്കളഞ്ഞതിന് ശേഷം പിന്നെ സാധാരണ ചോറ് ഊറ്റണ പോലെ തന്നെ നമ്മൾ ചോറൊക്കെ വടിച്ച് വെക്കല്, ചട്ടി അതേപോലെ വടിച്ച് വെക്കുക. കുക്കറിൻ്റെ വാഷർ മാറ്റണം കേട്ടോ. വാഷർ മാറ്റിയാലാണ് വെള്ളം പോകുള്ളൂ. ഞാൻ ഒരുപാട് കാലമായിട്ട് കുക്കറിൽ തന്നെ ചോറ് വെക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ അരിൻ്റെ വേവും അറിയും. ഓരോ സമയത്ത് ഓരോരോ ഇങ്ങനെ വെച്ചിട്ട്. ഇനി ഇതിങ്ങനെ വെള്ള അരിയാണ് നിങ്ങൾ വാർത്ത് വെക്കുന്നത് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് വാർത്ത് വെച്ചാൽ തന്നെ അതിൻ്റെ വെള്ളം പെട്ടെന്ന് പോയി കിട്ടും.
പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നൂർത്തണം കേട്ടോ. നൂർത്തിയിട്ട് ഇങ്ങനെ കയ്യിലിൻ്റെ പിടിയും കൊണ്ട് നല്ലപോലെ ചിക്കി വെക്കുക. ഇല്ല മട്ടരിയും വേറുള്ള അരിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. പെട്ടെന്നൊന്നും വെന്തിങ്ങനെ ഉടഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഞാനിത് 5 മിനിറ്റ് കഴിഞ്ഞ് നൂർത്തിയിട്ടുണ്ട്. നൂർത്തിയതിന് ശേഷം നമ്മളിത് ഇതേപോലെ ഇളക്കി വെക്കണം കേട്ടോ. ഇളക്കി വെച്ചാൽ നമ്മളിത് 40 രൂപ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങണം അതേപോലത്തെ ചോറാണ്. ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചെയ്ത് നോക്കി അറിയാത്തവരാണെങ്കിൽ. നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഇടാൻ ഇതുവരെ വൈകിയത് ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. ഇത് കുരുമുളകും മാങ്ങയൊക്കെ ഇട്ടിട്ട് വറ്റിച്ച മത്തിക്കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മാങ്ങ ഞാൻ ഒരു കൊല്ലം മുമ്പ് എടുത്തു വെച്ചാൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക.